കൊള്ളാമല്ലോടി പെണ്ണെ. തന്നം തിരിഞ്ഞ ബുദ്ധി കണ്ടില്ലേ? വെറുതെ അല്ല നാട്ടുകാർ 5 ഹോഴ്സ് പവർ തള്ളയെന്ന് വിളിക്കുന്നത്. എവിടേക്കോ കൊറിയൻ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിരുന്ന സമയത്താണ് ഞാൻ മീറ്റ് മീരി ചേച്ചി ഈ സെയിം റീൽ ചെയ്ത് കണ്ടത്. അപ്പൊ എനിക്ക് ഒരാഗ്രഹം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്നെയൊക്കെ ഒറ്റ കയ്യിൽ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യം നെഹിഹേ. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് എനിക്ക്. ഞാൻ ആരുമല്ല, നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഞാനൊരു 10-70-72 കിലോ ഉണ്ട് കേട്ടോ. ഇവൻ അത്യാവശ്യം ആരോഗ്യമുള്ളത് കൊണ്ട് ഇവൻ പുഷ്പം പോലെ അത് ചെയ്തു. നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഈ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചിവില്ലാതെ ഈ പരുവത്തിലായത്. ഈ നീയായിട്ടുള്ള പഞ്ചായത്തെ ഞാൻ നിർത്തി. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് പോഞ്ഞിക്കരയിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സീ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിച്ചു മറന്നാപകം മരവിച്ച് കിടക്കുകയാണ്. മരുമകളുണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. മക്കളെ, അറിയാതെങ്ങാനും ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോ. ഇവിടെ രാത്രി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചു. ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മൂതവി. എനിക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. സത്യമായിട്ടോ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. പിന്നെ കഷ്ടപ്പെട്ട് എന്നെ അത്രയും വട്ടം പൊക്കെയൊക്കെ ചെയ്തല്ലേ പാവം ചെറുക്കൻ. നിന്റെ റൊമാൻറ്റിക് അപ്രോച്ചിനെ പവർ പോരാ. ഇത്തരം കാര്യങ്ങളിൽ നമുക്കും ഒരു ഇതൊക്കെ വേണം. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്.